ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു മാസ് ആക്ഷൻ പടം ഇറങ്ങാൻ പോവുകയാണ്. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി ടർബോ എന്ന ചിത്രം എത്തുന്നുവെന്ന് അറിഞ്ഞത് മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. ആ ആവേശം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഇതുവരെയും അങ്ങനെ തന്നെ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ലുക്ക് ഇതിനോടകം ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു. റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ ടർബോയുടെ ബുക്കിംഗ്, തിയേറ്റർ അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ. ചിത്രത്തിന്റെ ആദ്യ ബുക്കിംഗ് UK-യിൽ ആരംഭിച്ചു കഴിഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം മികച്ച ബുക്കിംഗ് ആണ് ഇതിനോടകം ടർബോക്ക് അവിടെ നടന്നിരിക്കുന്നത്. അതേസമയം ടർബോ ജോസിന്റെ വരവ് അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്ററുകൾ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പോക്കിരി രാജ, മധുരരാജ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ. മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ രചിക്കുന്നത്. ഓസ്ലർ എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ടർബോക്കുണ്ട്. ടർബോ എന്ന് പറയുമ്പോൾ ടർബോ എഞ്ചിൻ ഘടിപ്പിച്ച പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള മനുഷ്യനാണ്. അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരം ഒരു പേര് ചിത്രത്തിന് നൽകിയതെന്ന് തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞു. ഒറ്റയടിക്ക് തറ പറ്റിക്കുന്ന ഓവർ ദ ടോപ്പ് ആക്ഷൻ ചിത്രത്തിലുണ്ട്. അതിനപ്പുറം എക്സ്ട്രാ കരുത്തുള്ള നായകനെ അവതരിപ്പിക്കുകയാണെന്നാണ് മിഥുൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ചിത്രത്തിന്റെ ദൈർഘ്യം സംബന്ധിച്ച വിവരവും പുറത്തു വന്നിരുന്നു. ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2 മണിക്കൂർ 35 മിനിറ്റാണ് ടർബോയുടെ ദൈർഘ്യം. ട്രെയിലർ ലോഞ്ച് മെയ് 12-നാണ് നടക്കുന്നത്. ദുബായിലെ സിലിക്കൺ സെൻട്രൽ മാളിൽ വെച്ചാണ് ലോഞ്ചിങ് ചടങ്ങുകൾ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട്. ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്യുകയാണെന്ന് മമ്മൂട്ടിയാണ് ഇപ്പോൾ അറിയിച്ചത്. അടുത്ത കാലത്തായി സംവിധായകൻ വൈശാഖിന്റെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന സ്ഥിരം കമന്റായിരുന്നു ട്രെയിലർ എന്ന് റിലീസ് ചെയ്യുമെന്നുള്ളത്. ജീപ്പ് ഡ്രൈവർ ആയ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജോസ് എന്ന വേഷത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ കന്നഡ താരം രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യറും ടീമും ചേർന്നാണ് ഒരുക്കുന്നത്. ചിത്രം മെയ് 23-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. നേരത്തെ ജൂണിലായിരുന്നു ടർബോയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പല കാരണങ്ങളാലും ഇത് മാറ്റുകയായിരുന്നു. അതേസമയം ബ്രഹ്മയുഗം ആണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയും ആദ്യത്തെ ആക്ഷൻ ചിത്രവുമാണിത്. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പെടുന്ന ചിത്രം 70 കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു.